പിൻട്രസ്റ്റ് തുറന്നാൽ ഇപ്പോഴും കാണാം ഇതുപോലത്തെ സോഡാ ബോട്ടിൽസിൻ്റെ ക്യാപ്പുമ്മ പെയിൻ്റ് അടിച്ച് പടം വരച്ച് വെച്ചിരിക്കണം. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു ബോട്ടിൽ ക്യാപ്സ്. അപ്പം ഞാൻ ആലോചിച്ച് എന്തിനാ ഞാനായിട്ട് കുറയ്ക്കുന്നതെന്ന്. ഉള്ള ക്യാപ്പൊക്കെ വാരിപ്പിറക്കി ഞാനും പെയിൻ്റ് അടി തുടങ്ങി. ആദ്യം എല്ലാ ക്യാപ്പുമ്മയും ഇഷ്ടപ്പെട്ട കളർ അടിച്ചിങ്ങായിട്ട് പിന്നെ പടം വരക്കുക. ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് വരയ്ക്കുന്ന ഭാരതേനെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ ക്യാപ്പുമ്മലും നമ്മൾ ഡിഫറെൻറ്റ് പടം വരയ്ക്കും. അതാണല്ലോ അതിൻ്റെ ഒരു കുട്ടി കോസ്റ്റിനാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞിക്കൈ വളരെ വളരെ ചെറുതാണ്. സിമ്പിളാണ്. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സ് വരച്ചാൽ മതി. പിന്നെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് പെർഫെക്ഷൻ വേണമെന്ന് യാതൊരു നിർബന്ധവും. ആകെ കൺഫ്യൂഷൻ വരുന്നത് എന്ത് വരയ്ക്കും എന്നുള്ളതായിരിക്കും. കുറച്ച് നേരം എന്ന് ചിന്തിച്ചാൽ അതും സെറ്റായി. ഇപ്പോൾ വരയ്ക്കണത് തവളേനെയാണ്. കണ്ടാൽ പറയോ? ഇല്ല. പിൻട്രസ്റ്റിൽ കണ്ടപ്പോൾ ഇതൊക്കെ വെറുതെ ഇങ്ങനെ പെയിൻ്റ് അടിച്ച് നിരത്തി വെച്ചിട്ടുള്ളൂ. നമുക്കിതൊരു ബോഡിയിലോട്ട് ഒട്ടിച്ചാലാ? ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഞാൻ എൻ്റെ പണ്ടത്തെ എക്സാം ബോർഡ് കട്ട് ചെയ്ത് അതിലാണ് ഒട്ടിക്കുന്നത്. നിങ്ങൾ കാർഡ് ബോർഡിൽ ഒട്ടിച്ചാൽ മതി. പിന്നെ ഗ്ലൂഗൺ വെച്ചിട്ടാണ് എല്ലാം ഒട്ടിച്ചെടുക്കണത്. ഇത് തുടങ്ങിയപ്പോൾ എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ആരും മറക്കണ്ട.